അല്ലേ റീസെന്റ് ആയിട്ട് ഞാനിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് വെച്ചാൽ ഐഫോണിന്റെ അകത്ത് എന്താന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് ഈ ഒരു വൈറ്റ് സ്ക്രീൻ അതായത് ടോർച്ച് കത്തിയ മാതിരിയുള്ളൊരു സംഭവം നടന്നിട്ടുള്ളത്. ഇതെന്താ സംഭവിച്ചെന്നുള്ള കാര്യം അവനും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. കാരണം വെച്ചാൽ അവൻ ജസ്റ്റ് സാധാരണ ഞങ്ങൾ ഹബ്ബിൽ ഇരുന്ന് എന്ത് ചെയ്യും, നോർമലായിട്ട് ഫോണിന്റെ അകത്ത് എന്തോ ഗെയിമോ വേറെ എന്തോ ചെയ്യായിരുന്നു. ആ സമയത്ത് എന്താ പെട്ടെന്ന് സ്ക്രീൻ എന്താ ഇപ്പൊ ഇങ്ങനെ വൈറ്റ് കളറായി പോയി. എന്താ ചെയ്തത്, എന്താ സംഭവിച്ചെന്നൊന്നും അവന് മനസ്സിലായിട്ടില്ല. കാരണം വെച്ചാൽ അവൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവന് ഓട്ടോ അപ്ഡേറ്റ് ഓൺ ആയിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഓട്ടോ അപ്ഡേറ്റ് ഓൺ ആയാലും അത് ഓവർനൈറ്റ് ആണ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവന്റെ ഐഫോൺ 13 പ്രോ ആയിരുന്നു. എന്ത് പറ്റിന്നുള്ള കാര്യം അറിയത്തില്ല. പെട്ടെന്ന് വൈറ്റ് ഔട്ട് ആയി പോയി. എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ എന്ത് ചെയ്യുക, ഈ ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വെച്ചേക്കുക. അതേപോലെ തന്നെ ഈ ഫോൺ വൈഫൈയിലായിരിക്കണം അപ്ഡേറ്റ് ചെയ്യേണ്ടത്. നെറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക, അത്യാവശ്യം ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുക, ചാർജ് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. പക്ഷെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ ഹബ്ബ് എന്ന് പറയുന്നത് ഫുൾ എ സി ആണ്. അവിടെ ചൂടാവേണ്ട ഒരു ഇതും ഇല്ല. പക്ഷെ എന്നാലും ഫോൺ എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ആർക്കും ഒരു ഐഡിയ ഇല്ല. അവനിങ്ങനെ കിളി പോയ മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹബ്ബുള്ളവരെല്ലാരും കണ്ട് ചിരിച്ചു. വെറുതെ എല്ലാരും പേടിച്ചു. ഞാനും പേടിച്ചു. കാരണം വെച്ചാൽ ഞാൻ ഇതിനകത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വാറന്റി ഉണ്ട്. എന്നാലും അറിയത്തില്ല വൈറ്റ് ഔട്ട് ആയി പോകുന്നുള്ളത്. ഇപ്പോ മോസ്റ്റ് എക്സ്പെൻസീവ് ടോർച്ച് എന്ന് പറഞ്ഞിട്ട് എല്ലാരും അവനങ്ങനെ കളിയാക്കുന്നുണ്ട്. ഓ, 1,50,000ത്തിന്റെ ടോർച്ച് കയ്യിലുണ്ടല്ലേ ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അവസ്ഥ എന്താന്നുള്ള കാര്യം വല്ലാതെ കഷ്ടം തന്നെയാണ്. കാരണം വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രീൻ ഒന്നും ചെയ്തില്ല. ഫോൺ നിലത്ത് വീണിട്ടില്ല. ഉം, ഒന്നും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പോലും അവൻ നോക്കിയിട്ടില്ല. എന്നിട്ടും സ്ക്രീൻ ഇങ്ങനെ വൈറ്റ് ഔട്ട് ആയി പോയി. എന്താ പറ്റിയതല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ നോക്ക് ഗൈസ്. സോ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. സോ ബൈ.